ഇന്ന് ഉച്ചക്കത്തെ ഊണിന് കറിയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അവിയലും എരിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ എന്തേലും ഒന്ന് സൈഡിൽ കറുമുറ തിന്നാൻ വേണ്ടേ? അപ്പോഴാണ് കോവയ്ക്ക ഇരിക്കുന്ന കാര്യം ഓർത്തത്. പിന്നെ എല്ലാം നന്നായിട്ട് നൈസായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് ഒരു വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയും ഉപ്പ് പൊടിയും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് ഇളക്കി ഇത്തിരി കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് ഇതുപോലെ എണ്ണയിൽ മൊരിച്ചിങ്ങെടുത്തു. നല്ല ടേസ്റ്റായിരുന്നു തിന്നാൻ. ഞാൻ വറുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കുറച്ചെടുത്ത് തിന്നു. ഇങ്ങനെ വറുക്കുമ്പോൾ മൂത്ത കോവയ്ക്കാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എല്ലാം ഒന്നിച്ചരിഞ്ഞ് നമുക്കിത് ഇതുപോലെ വറുത്തെടുക്കാം. ഈ കോവയ്ക്ക പിന്നെ നമുക്ക് ഇപ്പോൾ നല്ല വെയിലാണല്ലോ, വേണമെങ്കിൽ അരിഞ്ഞ് ഉപ്പിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഉണക്കി വെക്കാം. എന്നിട്ട് ഇതുപോലെ വറുത്തെടുക്കാം. മീനൊക്കെ കൂട്ടുന്നവർക്കേ ഒരു ദിവസം മീനില്ലെങ്കിലും ഇതുപോലെ ഇത് വറുത്തുണ്ടെങ്കിൽ സൂപ്പർ ഊണായിരിക്കും. എന്നാൽ പിന്നെ ചോറ് വിളമ്പിയാലോ? അവിയൽ വിളമ്പി, നമ്മുടെ കോവയ്ക്ക കൊണ്ടാട്ടം വിളമ്പി, അച്ചാറുണ്ട്, ചോറും വിളമ്പി. ഇനി എരിശ്ശേരി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവരും വേഗം കൈ കഴുകിയിട്ട് വന്നോളൂ. കോവയ്ക്ക കൊണ്ടാട്ടം കൂട്ടിയൊരു ഊണ്.